ആത്മനമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തിനു വന്നു നമുക്കൊന്ന് നോക്കിയാലോ. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് ഇതെല്ലാമാണ്. നമുക്കറിയാം, ചിലരൊക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നത് ചില പാഠങ്ങൾ പഠിപ്പിക്കാനായിരിക്കാം, ചില കാര്യങ്ങൾ മനസ്സിലാക്കി തരാനായിരിക്കാം, ചിലർ വരുമ്പോൾ ഒരു അനുഗ്രഹമായിട്ടായിരിക്കാം വരുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു വ്യക്തി നിങ്ങൾക്ക് വിചാരിക്കാം, ആ വ്യക്തി എന്തിനു വന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഈ വ്യക്തി വന്നിരിക്കുന്നത് അനുഗ്രഹമായിട്ടും ഒരു പാഠമായിട്ടും കൂടെയാണ് വന്നിട്ടുള്ളത്. ധനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ ഉത്തരവാദിത്തത്തോടെ സ്വീകരിക്കാനും നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് തുടർച്ചയായി പഠിപ്പിക്കാനും ആ വ്യക്തി നിങ്ങളെ പഠിപ്പിച്ചു. അതായത് നിങ്ങളുടെ ആ ബന്ധം അങ്ങനെ പഠിപ്പിച്ചു. ഇവരുടെ വരവിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിനുള്ളിൽ, അതായത് ആത്മാവിനുള്ള ഒരു അഗ്നി അല്ലെങ്കിൽ ഒരു ഫയർ അതൊന്ന് ഉയർന്നതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്, ജീവിതത്തിൻ്റെ പുതിയ അതിരുകൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ആ വ്യക്തി നിങ്ങൾക്ക് ആകാംക്ഷകൾക്കുള്ള പാതകൾ തുറന്നു തന്നിട്ടുണ്ട്. അതുകൂടാതെ നിങ്ങളെ കൂടുതൽ ഹൃദയപൂർവ്വമാക്കുകയും നിങ്ങളുടെ സങ്കല്പശക്തിയും സ്നേഹപൂർവമായിട്ടുള്ള പെരുമാറ്റവും വളർത്തുകയും ചെയ്തു. നിങ്ങൾക്ക് വീണ്ടും ഒരു വിശ്വാസം വരാൻ തുടങ്ങി. സ്നേഹത്തിലും കരുണയിലെല്ലാം നിങ്ങൾക്കൊരു വിശ്വാസം വളരാനായിട്ട് തുടങ്ങി. സമത്വം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് തുടങ്ങി. അതായത് വികാരങ്ങളിലും തീരുമാനങ്ങളിലും ഒരു ആത്മനിയന്ത്രണം, അതായത് നിങ്ങൾക്ക് ഒരു ചില സമയത്തുള്ള നിങ്ങളുടെ തളർച്ച, ആവേശം, അത് തമ്മിൽ ഇങ്ങനെ ബാലൻസ് ചെയ്യണം, ഇതെല്ലാം അവരുടെ വരവിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങി. നിങ്ങൾക്കൊരു വ്യക്തത, ഒരു ബുദ്ധിശക്തി, അതായത് നിങ്ങളുടെ കാഴ്ചപ്പാടിലുള്ള ഒരു വ്യക്തത കൊണ്ടുവന്നത് ഈ വ്യക്തിയാണ്. അതായത് ഈ ബന്ധം വഴി നിങ്ങൾക്ക് ഇമോഷണലി കൂടുതൽ പോകാതെ കാര്യങ്ങളെ യുക്തിപൂർവമായിട്ട് കാണാനും പഠിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എവിടെയൊക്കെയാണ് നിങ്ങൾ അതിരുകൾ സൃഷ്ടിക്കേണ്ടത്, ഒരു ബൗണ്ടറി വെക്കേണ്ടത്, അതെല്ലാം ഈ വ്യക്തിയിലൂടെയാണ് നിങ്ങൾ ശരിക്കും പഠിച്ചിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വ്യക്തി നിങ്ങളുടെ ആത്മീയ, മാനസിക, പ്രായോഗിക വളർച്ചയ്ക്കായിട്ട് നമുക്കൊരു ദൂതനാണ്. ദൈവം അയച്ച ഒരു ദൂതനായിട്ടാണ് നമുക്കിവിടെ എനർജി കിട്ടിയിട്ടുള്ളത്. നമുക്ക് കൂടുതലും ഇവിടെ പേജ് കാർഡ്സാണ് കിട്ടിയിട്ടുള്ളത്. പേജിൻ്റെ എനർജിയാണ്. അതായത് ഒരു പുതിയ നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ളൊരു പുതിയ അധ്യായം തുറന്ന പോലെയാണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത്. പുതിയ തുടക്കങ്ങൾ, ആകാംക്ഷ, നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരു ഊർജം, ഒരു ഗ്രോത്താണ്, ഒരു ഗ്രോത്ത് ട്രിഗർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായിരുന്നു നിങ്ങളുടെ ആ ബന്ധം. ഇതിപ്പോൾ ഈ ഒരു ബന്ധം എങ്ങനെയായാലും ഈ ബന്ധത്തിൻ്റെ അവസാനം എങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ അതിൻ്റെ ഒരു പ്രധാന പങ്ക് നിങ്ങളെ പുതിയ വഴിയിലേക്ക് നയിക്കാനായിട്ട് ആയിരുന്നു. നിങ്ങളുടെ കുട്ടിക്കാലത്തെ പോലെ ഓർമ്മിക്കാനും സ്വപ്നങ്ങൾ കാണാനും ഇമോഷനുകൾ തുറന്നു കാണാനും ഒക്കെ തുടങ്ങിയത് ഈ വ്യക്തി വന്നതിന് ശേഷമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റീഡിങ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നന്ദി.